നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പറയും കാക്കയെ തൊട്ടാൽ വിവരമറിയുമെന്ന്. ഇപ്പോഴിതാ ഒരു കാക്കയെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വഴിയിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുത്തുകൊണ്ട് ചാവുമോ എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ക്രിമിനലുകൾ നിരത്തായ നിരത്തുകളൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നു. കാക്കയെപ്പോലും ഇപ്പോൾ ക്രിമിനലുകൾക്ക് ഭയമില്ല. കാരണം അവരെ നയിക്കുന്നത് മിക്കവാറും ലഹരിയാണ്. കോട്ടയം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടറുടെ ഡ്രൈവർക്ക് സംഭവിച്ച ദുരന്തം നമ്മൾ നിസ്സാരമായി കാണരുത്. 2025 ജനുവരി പിറന്നതിന് ശേഷം എത്രയെത്ര കൊലപാതക വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിലെത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന് ചാക്കിലാക്കി ചീഞ്ഞ പന്നിയിറച്ചി എന്ന് പറഞ്ഞ് ഒടുവിൽ റോഡരികിലേക്ക് വലിച്ചെറിയുന്ന ക്രിമിനൽ സംഘങ്ങൾ. എല്ലാവരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും പരാതി പറയാനെത്തുന്നവരോട് പോലും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു പോലീസുകാരനായിരുന്നു ശ്യാം പ്രസാദ്. വഴക്കുണ്ടാക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശാന്തരാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ശ്യാം പ്രസാദ് എന്ന് അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത മറ്റു പോലീസുകാർ പറയുന്നു. ഏതു സമയത്തും എത്ര വൈകിയാലും യാതൊരു പരിഭവമില്ലാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. ഞായറാഴ്ച രാത്രി 9 മണി മുതൽ ഒരു പെട്ടിക്കടയിൽ കയറി ജിബിൻ ജോർജ് എന്ന കൊടും ക്രിമിനൽ ഇരിക്കുന്നു. രാത്രി 11 മണിക്ക് ആ കടയടച്ച് ഉടമ പോയി. ഉടനെ സമീപത്തുള്ള ഒരു പെട്ടിക്കടയിലേക്ക് ഇയാൾ ചെന്നു. ശാലിയും സഹോദരനുമാണ് ആ പെട്ടിക്കട നടത്തിയിരുന്നത്. അവർ ഇരുവരും അപ്പോൾ പെട്ടിക്കടയ്ക്കുള്ളിലുണ്ട്. ശാലിയുടെ മകളുടെ കുഞ്ഞ് ഇവർക്കൊപ്പമാണ്. സംഭവ സമയത്ത് ശാലി കുഞ്ഞിനെയുമായി കടയിലിരിക്കുന്നു. ഇവിടെ കട നടത്താൻ അനുവദിക്കില്ല, കത്തിക്കുമെന്ന് പറഞ്ഞാണ് ആ ക്രിമിനൽ അവിടെ തേർവാഴ്ച നടത്തിയത്. തുടർന്നൊരു കസേരയിട്ട് ആ പെട്ടിക്കടയ്ക്ക് മുന്നിൽ ജിബിൻ ഇരുന്നു. ഈ സമയം പലരും കടയിൽ വരുന്നു. അവർ കടയടയ്ക്കട്ടെ, നിങ്ങൾ മാറിക്കൊടുക്ക് എന്നൊക്കെ വരുന്നവർ പറയുന്നുണ്ട്. അവർക്ക് നേരെ ഇയാൾ ആക്രോശിക്കുന്നു. ഇതിനിടയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് അതുവഴി വീട്ടിലേക്ക് പോവുകയായിരുന്ന ശ്യാം പ്രസാദ് ആൾക്കൂട്ടം കണ്ട് എന്താണ് അവിടെ കാര്യമെന്ന് തിരക്കി. ആൾക്കൂട്ടത്തിൽ ചിലർ അത് പോലീസാണെന്ന് പറഞ്ഞപ്പോൾ നീ പോലീസാണോ, എന്നാ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ജിബിൻ ശ്യാം പ്രസാദിന്റെ നേർക്ക് ചീറിയെടുത്തു. തുടർന്ന് ചീത്ത വിളിക്കുകയും മർദ്ദിച്ച് തള്ളി താഴെയിടുകയും ചെയ്തു. ശാലിയുടെ സഹോദരന്റെ കഴുത്തിന് പിടിച്ച് അവൻ ഞെരിച്ചു. താഴെ വീണുപോയ ശ്യാമിനെ ആ ക്രിമിനൽ പലവട്ടം ആഞ്ഞു ചവിട്ടി. അതും ശ്യാമിന്റെ നെഞ്ചിൻ കൂട് ലക്ഷ്യമാക്കി. ഇതിനിടയിലാണ് കുമരകം സിഐയുടെ പെട്രോളിംഗ് വാഹനം അതുവഴി കടന്നു പോകുന്നത്. പ്രതി പെട്രോളിംഗ് വാഹനം കണ്ടതോടെ ഓടി. തുടർന്ന് പോലീസ് പിന്തുടർന്ന് പിടികൂടി. അവിടെയുള്ള ആളുകൾ ഒത്തുചേർന്ന് ശ്യാം പ്രസാദിനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ കടയടച്ചോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശ്യാം പോലീസ് ജീപ്പിലേക്ക് കയറി. എന്നാൽ തൊട്ടു പിന്നാലെ ശ്യാം പ്രസാദ് കുഴഞ്ഞു വീഴുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോട്ടയം പെരുമ്പായിക്കോട് ബാമൂട് ആനിക്കൽ കൊക്കാട് ജിബിൻ ജോർജിനെതിരെ നേരത്തെ തന്നെ വധശ്രമം ഉൾപ്പെടെ 6 കേസുകൾ നിലവിലുണ്ട്. ഇയാൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സാമൂഹ്യവിരുദ്ധ പട്ടികയിൽപ്പെട്ടയാളാണ്. ജിബിന്റെ ആക്രമണത്തിൽ ശ്യാം പ്രസാദിന്റെ വാരിയല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവമുണ്ടായി. അതാണ് മരണകാരണം. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ മാഞ്ഞൂർ ചിറയിൽ വീട്ടിൽ ശ്യാം പ്രസാദ് എന്ന 44-കാരൻ കൊല്ലപ്പെട്ടത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പോലീസ് ക്ലബിലും ക്യാമ്പിലും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകിട്ടോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ജിബിൻ ജോർജ് എന്ന ക്രിമിനൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. ഏറ്റുമാനൂരിലെ തെള്ളകത്തായിരുന്നു ഈ പെട്ടിക്കട. കഞ്ചാവ് കേസിൽ പ്രതിയായ ജിബിന്റെ ഇരട്ടപ്പേര് കോക്കാടൻ എന്നാണ്. മോഷണം, അടിപിടി എന്നിവയാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. ബാറുകളിൽ കയറി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കും. കഴിഞ്ഞ 13-ന് പാറാമ്പുഴ സ്വദേശി വിനീതിനെയും സഹോദരനെയും ആക്രമിച്ച കേസിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇത്രയേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും എന്തുകൊണ്ട് കാപ്പ ചുമത്തിയില്ല? അതിരമ്പുഴ ഏറ്റുമാനൂർ മേഖല ഗുണ്ടകളുടെ സ്ഥിരം കേന്ദ്രമാണ് എന്ന ആരോപണം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നു. രാസലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ക്രിമിനലുകൾ നിരന്തരം മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശ്യാം പ്രസാദിന്റെ വിയോഗം വെസ്റ്റ് പോലീസ് സ്റ്റേഷനെ അക്ഷരാർത്ഥത്തിൽ സങ്കടക്കടലിലാഴ്ത്തി. രാവിലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ സ്റ്റേഷന് മുന്നിൽ പ്രത്യേക ക്രമീകരണമൊക്കെ ഒരുക്കിയിരുന്നു. ശ്യാമിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സങ്കടക്കാഴ്ചയായി. ശ്യാം പ്രസാദിന്റെ സ്വഭാവത്തിൽ ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. തികച്ചും ശാന്തൻ, സ്റ്റേഷനിലെ സഹപ്രവർത്തകരോട് ഹൃദ്യമായ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി. തെള്ളകത്തെ പെട്ടിക്കടയിൽ ശ്യാമപ്രസാദ് എത്തിയത് കുടമാളൂരിലെ ഡ്യൂട്ടിക്ക് ശേഷമാണ്. കുടമാളൂരിൽ ഗാനമേള നടക്കുന്ന സ്ഥലത്തിന് സമീപം വടിവാളുകളുമായി ഒരു സംഘം നിൽക്കുന്നതായി ജില്ലാ പോലീസിന് ഫോൺ സന്ദേശം ലഭിക്കുന്നു. വിവരം ലഭിച്ച ഭാഗത്തേക്ക് SHO പ്രശാന്ത് കുമാറും ശ്യാം പ്രസാദും നീങ്ങി.
സ്ഥലത്ത് നിന്ന് 2 സംഘങ്ങളെ പോലീസ് വിരട്ടി ഓടിച്ചു. ഇതിനിടയിൽ പോലീസ് വാഹനത്തിന് നേരെ അതിലൊരു സംഘം കല്ലെറിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കൈമുട്ടിലാണ് കല്ല് പതിച്ചത്. കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത് കുമാറിന്റെ മനസ്സിൽ ഇപ്പോൾ ശ്യാം പ്രസാദിനെ കുറിച്ചുള്ള ഒട്ടനവധി ചിന്തകൾ. നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുന്നത്? ഈ ചോദ്യം ശ്യാം പ്രസാദ് ഒരിക്കൽ തന്നോട് ചോദിച്ചിരുന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നു. ശ്യാം പ്രസാദിന്റെ ഉറ്റ സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചിരുന്നു. സുഹൃത്തിന്റെ വേർപാട് ശ്യാമിന് വലിയ ആഘാതമായി. പ്രശാന്ത് കുമാറാണ് അപ്പോൾ ശ്യാമിനെ ആശ്വസിപ്പിച്ചത്. നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുക? ശ്യാം പ്രസാദ് അപ്പോൾ പ്രശാന്ത് കുമാറിനോട് ചോദിച്ചു. ഞാൻ മരിച്ചാൽ വാട്സാപ്പിൽ ഹൈ അയക്കുമെന്നും മറുപടി തരണമെന്നും ശ്യാം പ്രസാദ് പറഞ്ഞു. മരണം ദൈവമാണ് തീരുമാനിക്കുന്നത്. ആരാണ് ആദ്യം മരിക്കുകയെന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു പ്രശാന്ത് കുമാർ ശ്യാം പ്രസാദിനോട് പറഞ്ഞത്. നാളെ ഡ്യൂട്ടിയിലുണ്ടാവില്ല, മറ്റൊരാളാണ് എത്തുകയെന്ന് പറഞ്ഞാണ് ശ്യാം സ്റ്റേഷനിൽ നിന്നിറങ്ങിയത്. പ്രശാന്ത് കുമാറും ശ്യാം പ്രസാദും നേരത്തെ ഇല്ലിക്കൽ മൈതാനത്ത് ഡ്യൂട്ടിക്കായി എത്തിയിരുന്നു. ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കാണ് അവർ അവിടെ എത്തിയത്. ഇല്ലിക്കൽ മൈതാനം കണ്ടപ്പോൾ ശ്യാം പ്രസാദ് പറഞ്ഞു, തനിക്കിവിടെ മറക്കാൻ കഴിയില്ല. KSRTC ബസ് കണ്ടക്ടറായി ജോലി ലഭിക്കാനുള്ള ടെസ്റ്റ് ഇവിടെയാണ് നടന്നത്. നേരത്തെ KSRTC കണ്ടക്ടറായിരുന്നു ശ്യാം പ്രസാദ്. പിന്നീട് പോലീസ് ഡ്രൈവറായി നിയമനം. ജോലിയുടെ ഇടവേളകളിൽ പോലീസ് വാഹനത്തിൽ ഇരുവരും ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടും. ശ്യാം ഒരിക്കലും തൻ്റെ ഡ്രൈവറായിരുന്നില്ല, ഒറ്റ സുഹൃത്തായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ കുട്ടികൾ ശ്യാമിനെ അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ കുട്ടികളെ ഞാൻ ശ്യാമിൻ്റെ മരണവാർത്ത അറിയിച്ചിട്ടില്ല. അവൻ്റെ മൊബൈൽ നമ്പർ ഒരിക്കലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. ശ്യാം ഒരുപക്ഷെ എന്നെങ്കിലും എന്നെ വിളിച്ചേക്കുമെന്നാണ് സ്വരമിടറി പ്രശാന്ത് കുമാർ പറയുന്നത്. നേരത്തെ വിദേശത്തായിരുന്ന പ്രതി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് നാട്ടിൽ തിരികെ എത്തിയത്. ഇവിടെ ലഹരി സംഘത്തിൻ്റെ കണ്ണിയായി പിന്നീട് മാറി. കൊട്ടേഷൻ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ലഹരിക്ക് പണം കണ്ടെത്തുന്നതിന് അക്രമങ്ങളും കൊട്ടേഷൻ ഗുണ്ടാ പ്രവർത്തനങ്ങളും ഇയാൾ നടത്തി. 1990 മുതൽ ഇതുവരെ കോട്ടയത്ത് ജോലിക്കിടെ കൊല്ലപ്പെട്ടത് 6 പോലീസുകാർ. പോലീസുകാർക്ക് പോലും സുരക്ഷിതമല്ലാതായിരിക്കുന്നു കേരളം. അത്രയേറെ ക്രിമിനൽ വൽക്കരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്യാം പ്രസാദിനെ അടുത്തറിയാവുന്നവർ വലിയ സങ്കടത്തിലാണ്. ഒരു നല്ല മനുഷ്യന് ഇത്തരമൊരു ദുരന്തമുണ്ടായല്ലോ എന്ന് സഹപ്രവർത്തകരും അദ്ദേഹത്തെ അറിയാവുന്നവരുമൊക്കെ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.